This is Ramya from TEMLA Kolancheri. ചില സിനാരിയോയിൽ ഒ ഇ ടിയുടെ സ്പീക്കിങ്ങിന്റെ ഇൻട്രൊഡക്ഷൻ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് സ്റ്റുഡൻസ് പറയാറുണ്ട്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ റെഫറൻസ് അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ദ പേഷ്യന്റ് ഇസ് ഓൾറെഡി ബീൻ റെഫേർഡ്, അതല്ലെങ്കിൽ പേഷ്യന്റ് ഓൾറെഡി ഒരു അപ്പോയിന്റ്മെന്റ് ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള സിനാരിയോസിൽ എങ്ങനെ ഇൻട്രൊഡക്ഷൻ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് റെഫറൻസ് നോക്കാം. റെഫറൻസ് ആണ് എന്നുണ്ട്, എന്നിട്ട് ടാസ്കിന്റെ അകത്ത് കൺഫേം എന്നുമാണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ വാട്ട് യു ഹാവ് to do preparation ടൈമിൽ തന്നെ നിങ്ങൾ പേഷ്യന്റിന്റെ പേര് ചോദിച്ചു വെക്കുക. And after that you can start like, good evening, I am Christina, your attending nurse on duty today. എന്നിട്ട് ചോദിക്കണം, am I speaking to Mr. Matthew? ഓക്കെ, അപ്പോൾ അവർ അതെ എന്ന് പറയുമ്പോൾ താങ്ക് യു ഫോർ കൺഫർമേഷൻ. എന്നിട്ട് യുവർ കേസ് നോട്ടിനെ ബേസ് ചെയ്തിട്ട് എന്താണ് നമ്മൾ ഫൈൻഡ് ചെയ്തത് അതങ്ങ് പറഞ്ഞേക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം യുവർ കേസ് നോട്ട് ഐ ഫൗണ്ട് ദാറ്റ് യു ആർ ഷെഡ്യൂൾഡ് ഫോർ എൻ എപ്പൻഡക്ടോമി നെക്സ്റ്റ് വീക്ക് എന്നുള്ള ഇൻഫർമേഷൻ കൊടുക്കാം. പിന്നെ അടുത്തത് അപ്പോയിൻമെന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോയിൻമെന്റ് ആണെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് പേര് ചോദിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റെഡ് യു ക്യാൻ ജസ്റ്റ് സ്റ്റാർട്ട് ലൈക്ക്, ഗുഡ് മോർണിംഗ്, ഐ ആം ക്രിസ്റ്റീന, യു ആർ അറ്റൻഡിംഗ് നഴ്സ് ഓൺ ഡ്യൂട്ടി ടുഡേ. എന്നിട്ട് ചോദിക്കുക, ഫോർ കൺഫർമേഷൻ ക്യാൻ യു പ്ലീസ് ടെൽ മീ യുവർ നെയിം ആൻഡ് ഏജ്. ഓക്കെ, അപ്പോൾ അപ്പോയിൻമെന്റ് ആയി കഴിയുമ്പോൾ യു ജസ്റ്റ് വോണ്ട് ടു ആസ്ക് ഹിസ് നെയിം ആൻഡ് ഏജ്. വൈൽ ഇഫ് ഇറ്റ് ഇസ് എ റെഫറൻസ് യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ നെയിം. ഓക്കെ, സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.